ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മളിത് ഇന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട് ഭഗവാന് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറക്റ്റ് 39th ഡേ ആണ്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ഇനി വളരെ ചുരുങ്ങിയ ദിവസം കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി 48th ഡേ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ നമുക്ക് തിരുപ്പതി ഭഗവാന് വെങ്കടേശ്വരന് നമുക്ക് മാവിളക്ക് വയ്ക്കുന്നുണ്ട്. ഇത് 4ാമത്തെ ആഴ്ചയാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഒരാഴ്ച എൻ്റെ മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു പീരീഡ്സൊക്കെ ആയിട്ട്, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റ് 4ാമത്തെ സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുടങ്ങാതെ 7 ആഴ്ച അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് മാവിളക്ക് ഇടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾ തീരാനും ബിസിനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങൾ തീരാനും മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും എല്ലാ ദുരിതങ്ങൾക്കും വേണ്ടിയിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ മാവിളക്ക് ഇടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് 7 ആഴ്ച നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ 4ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കന്നിമാസത്തെ ആയില്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് മാവിളക്ക് ഇട്ടതിന് ശേഷം നമുക്ക് രാവിലെ മോക്ഷ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ, പുലിയാപ്പറ്റ ക്ഷേത്രത്തിൽ. ഇവിടെ തൊട്ടടുത്തുള്ള നാഗക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്ത് ക്ഷേത്രമാണ് കേട്ടോ, പുലിയാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. അപ്പോൾ നമ്മളെപ്പോഴും അവിടെയാണ് നാഗപൂജയൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ മാവിളക്ക് 7 മണിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇട്ട് പൂജയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് ടൈം കൂടാൻ പാടില്ല. കറക്റ്റ് 7 മണിയുടെ ഉള്ളിലൊക്കെ തന്നെ നമ്മൾ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവണം മാവിളക്ക് ഇടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എങ്ങനെയാണ് മാവിളക്ക് ഉണ്ടാക്കുക, എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും പുതിയതായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മളിതേ എല്ലാവരും കൂടിയിട്ട് ഇതേ പുലിയാപ്പറ്റ മോക്ഷത്തെ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ക്യൂബ റോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല തിരക്ക്. വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ക്യൂ നല്ല ഉണ്ടാവാറുണ്ട് കേട്ടോ. പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്നിട്ടാണ് കേട്ടോ നാഗപൂജയൊക്കെ ചെയ്യുക. 11 മണിക്കാണ് കേട്ടോ നാഗപൂജ സ്റ്റാർട്ട് ചെയ്യുക. രാവിലത്തെ പ്രഭാത ഭക്ഷണവും അതേപോലെ തന്നെ ഉച്ചയ്ക്കുള്ള സദ്യയൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ക്യൂ നിന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ്റെ അടുത്തും ഏട്ടൻ്റെ അടുത്തും ഞാൻ ഫ്രണ്ടിൽ പോകാൻ നിന്നിട്ട് പറഞ്ഞിട്ട് ഞാനും നന്ദുവാണ് കേട്ടോ ക്യൂ നിന്നത്. അമ്മ പിന്നെ ചീട്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയിട്ടോ. അപ്പോൾ ഞാനും നന്ദു ഇങ്ങനെ ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ പുറകിൽ വന്ന ആൾക്കാരാണെങ്കിലും അതിൽ കൂടുതലായിട്ടോ. അപ്പോൾ ജനങ്ങളിങ്ങനെ തിക്കും തിരക്കുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ തിരക്കിന്. അപ്പോൾ ഞങ്ങളിതേ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ക്ഷേത്രമാണ്. ഒരു പുരാതന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ അമ്പലം എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഇവിടെ ഒരു നക്ഷത്രവനമുണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കേട്ടോ. അവിടെ നമ്മുടെ നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളുണ്ടാവും. ആ 27 നക്ഷത്രങ്ങൾക്കും ഓരോരോ വൃക്ഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലുള്ള ചെടികളിൽ നിന്ന് നമ്മൾ ദ്രോഹിക്കാനോ വെട്ടാനോ മുറിക്കാനൊന്നും പാടില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാളെ എഴുതിയിട്ട് ഏതാണ് നമുക്ക് ഉള്ള മരം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ചുറ്റും ഒരു 3 വലം വയ്ക്കുക, ഇല്ലെങ്കിൽ നമുക്കൊരു കുടം വെള്ളമൊക്കെ കൊണ്ടൊഴിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും വലം വയ്ക്കും, 3 വട്ടം വലം വയ്ക്കും. അതേപോലെ ഓരോ ചെറിയ കുടം എടുത്തിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഓരോരോ ആൾക്കാരുടെ നക്ഷത്രത്തിൻ്റെ 27 നക്ഷത്രത്തിൻ്റെ ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ അമ്പലത്തിലൊന്ന് വന്ന് തൊഴുത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് കോണിക്കിഴി പുലാപ്പറ്റ പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തൊഴാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് തൊഴുക. നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മുടെ ഏതൊരു പ്രശ്നമാണെങ്കിലും മഹാദേവനെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ അത് നടത്തി തരും കേട്ടോ. അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മംഗല്യം നടക്കാത്തവർ, അതേപോലെ സന്താന ലബ്ധിക്കായിട്ട് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ വേട്ടക്കാരൻകാവ് ഉണ്ട് കേട്ടോ ഈ ഒരു ചെറിയൊരു സൈഡിലായിട്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നടക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളികേരം വാങ്ങിയിട്ട് 3 വലം വെച്ച് എറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സഫലമാവുന്നതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അത് ഒരുപാട് പേർക്ക് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ പ്രധാന വഴിപാടായിട്ട് ടിന്നിൽ എണ്ണയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഒരു വഴിപാടാണ്. ഇവിടെ ഒരു ടിന്ന് എണ്ണ കൊടുക്കുന്നതൊക്കെ നമ്മൾ
വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ടിന്ന് എണ്ണ കൊടുക്കുക എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് നമ്മുടെ കന്നിമാസത്തെ നാഗരാജാവിന് വേണ്ടിയിട്ടുള്ള പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാക്കുന്ന് മനയിലത്തെ നമ്പൂതിരിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക വലിയൊരു നമ്പൂതിരിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട്. അത് ഈ വെയിലത്ത് കുട്ടികളെ കൊണ്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ചെറിയ ചെറിയ കുട്ടികളൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ക്യൂ നിന്നിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് പ്രസാദം ഞങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങിയത് കേട്ടോ. അതേപോലെ പുള്ളുവൻ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പുള്ളുവൻ പാട്ട് പാടുന്നത് നമ്മുടെ കുട്ടികളുടെ ബാലാരിഷ്ടിയൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. അപ്പം ഞങ്ങളും അതേപോലെ തന്നെ ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു പുള്ളുവൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചീട്ട് വെച്ച സമയത്ത് തന്നെ അവർ പാടണമെന്നൊന്നുമില്ല, പക്ഷേ അവർ ആ ചീട്ട് മൊത്തം പാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ പോവുള്ളൂ. അപ്പം അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് അവരിങ്ങനെ ആരാണോ ആദ്യം വെച്ച് അവരുടെ ഇങ്ങനെ പാടി ഇങ്ങനെ പോവാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ പുള്ളുവൻ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെയായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഒരു ക്ഷേത്രമാണ് നമ്മുടെ പുലാപ്പറ്റ മഹാദേവ ക്ഷേത്രം. അപ്പോൾ എല്ലാവരും എന്താ പറയുക അടുത്തുള്ളവരൊക്കെ വന്ന് തൊഴാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് തൊഴുക. നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളായിരിക്കും, മൈൻഡ് റിലാക്സ് ആവും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞ് പറയാന്ന് വെച്ചാൽ നിശബ്ദതയായിട്ടുള്ളൊരു ഏരിയയാണ്. ഏകദേശം ഒരു 4000-ഓളം വവ്വാലുകൾ ഈ അമ്പലത്തിലുള്ള മരങ്ങളിൽ മൊത്തം തൂങ്ങിക്കിടക്കുന്നുണ്ടാവും കേട്ടോ. അത് ഈ എന്താ പറയുക അപമൃത്യുവൊക്കെ സംഭവിച്ചിട്ടുള്ള ആത്മാക്കളാണ് ഇവിടെ വന്നിട്ട് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ഭഗവാനിൽ നിന്നും മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, അവിടുത്തെ അന്നദാനം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക അത്ര ക്യൂ ആണ് കേട്ടോ. ഒരു 3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ചേച്ചിയുടെ വീട്ടിലേക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ വഴി ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് എന്താ പറയുക ഫുൾ വെജിറ്റേറിയൻ ആണ് കേട്ടോ കഴിച്ചത്. എന്താ പറയുക പൊറോട്ടയും അതേപോലെ തന്നെ ഗീ റൈസും നന്ദുവിനൊരു ന്യൂഡിൽസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വെജ് കുറുമയും വാങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ണനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിറങ്ങിയ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.